നമ്മുടെ നാടിന് നടുക്കിയ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇപ്പോ ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ആ സംഭവം നടന്ന് ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് ജുബിൻ അവിടെ വോളണ്ടറിലി അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്ത് പോയിട്ടുള്ള ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ജുബിൻ. ജുബിൻ അവിടെ ചെല്ലുമ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ ഈ സംഭവം ഉണ്ടായ ഏകദേശം ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെല്ലാൻ കാരണം എന്താ വെച്ചാല് ആദ്യത്തെ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്, അതായത് റെസ്ക്യൂ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടായിരുന്നു. ആ സമയത്ത് നമ്മളോട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടത്ര എക്സ്പെർട്ടീസ് ഇല്ലെങ്കിൽ അവിടെ നിൽക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അവിടെ സന്നദ്ധ സേവനത്തിനായിട്ട് വന്നിട്ടുള്ള റെസ്ക്യൂവേഴ്സ് ഉണ്ട്, അതിലുപരി നമ്മുടെ ആർമി ഉണ്ട്, സിവിൽ ഡിഫൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് റെസ്ക്യൂ വർക്കിനുള്ള ടീം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അവര് പല തരത്തിലുള്ള അവർക്ക് ഏറ്റവും എക്സ്ട്രീം മെഷേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു റെസ്ക്യൂ വർക്കിൽ അവർക്ക് ചെയ്യാനുള്ള സഹായങ്ങളും അതിനുള്ള സ്പേസും കൊടുക്കുകയാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റെസ്ക്യൂ വർക്ക്, അപ്പൊ അത് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ചു പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഒരു 3 ദിവസം കഴിഞ്ഞ് മടങ്ങി. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ അവിടെ മറ്റ് വർക്കുകൾ, ബോഡി റിക്കവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ലോക്കൽ ആളുകൾക്കുള്ള സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞാൻ 4-ാം തീയതിയാണ് അവിടെ ചെല്ലുന്നത്. 3-ാം തീയതി വൈകുന്നേരം രാത്രി ചെന്ന് 4-ാം തീയതി വെളുപ്പിനെ അവിടെ ചെല്ലും. സംഭവം നടന്ന സ്ഥലത്ത് അന്നത്തെ ആവശ്യങ്ങൾ ഈ പറഞ്ഞ പോലെ റിക്കവറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ചെയ്യേണ്ടിയിരുന്നത്. ജുബിൻ തനിച്ചായിരുന്നു അതോ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു പോകുമ്പോൾ? ഞാൻ ഇവിടുന്ന് തന്നെയാണ് പോകുന്നത്. സാധാരണ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വോളണ്ടർ ചെയ്യുമ്പോൾ എപ്പോഴും തനിയാണ് പോകാറുള്ളത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കള് അല്ലെങ്കിൽ അതിന് സന്നദ്ധരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരും കൂടെ കൂട്ടാറുണ്ട്. പക്ഷെ ഇത്തവണ ഞാൻ തനിയാണ് പോയത്. അവിടെ നമ്മുടെ ഏതാനും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവര് ഈ എക്സ്കവേറ്റേഴ്സ് പോലുള്ള മെഷീനറീസിന്റെ സർവീസിങ്ങും മറ്റു കാര്യങ്ങളോട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് എന്ന് പറയുന്ന ഓഫ് റോഡ് ക്ലബ്ബ്, അതിൽ തന്നെ ഇപ്പം നിതിൻ ഉദയകൃഷ്ണ, നോബൽ കാട്ടുപറമ്പ്, അങ്ങനെ കുറച്ച് ആൾക്കാർ അവര് അവരുടെ വാഹനങ്ങളുമായിട്ട് ആർമി അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഇവർക്ക് എല്ലാവർക്കും അവരെ ചെയ്യുന്ന ജോലികളിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് ആളുകൾക്കും അതുപോലെ തന്നെ അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾക്കും കുറെയൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയും. ഇത്തരം സാഹചര്യങ്ങളിൽ അവനവൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന സംഭവങ്ങളാണ്. എവിടുന്ന് തുടങ്ങണം, എന്താ ഒരു 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 കാവസ് ആണല്ലോ, ആ കൂടി ഒരു മെസ്സാണ്. അപ്പൊ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാ? ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സാധാരണഗതിയിൽ ഇപ്പം ആദ്യമായിട്ട് ഇതുപോലുള്ള ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഒരു മഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോകുന്നത് നിലമ്പൂരാണ്. 2019 5 വർഷം നിലമ്പൂർ വരെ ചെന്നിട്ട് അവിടെ ആക്ച്വലി റിലീഫ് വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. റെസ്ക്യൂ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല, റിലീഫ് വർക്കിനാണ് നമ്മൾ പോയത്. അപ്പോ ആ ഒരു ലാൻഡ്സ്കേപ്പ് അപ്പാടെ മാറിപ്പോകുന്ന ഒരു കാഴ്ച. നമ്മള് മറ്റേതൊരു എന്താ പറയണ്ടേ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി കഴിഞ്ഞാലും ഒരു പ്രളയമാണെങ്കിൽ പ്രളയം വെള്ളം കയറി ഇറങ്ങി പോകുന്നു. ഈവൻ സുനാമി ആണെങ്കിൽ പോലും ജലത്തിന്റെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായി അത് തിരിച്ച് കടലിലേക്ക് ഇറങ്ങിപ്പോകും. ഈവൻ ഭൂമി കുലുക്കമാണെങ്കിൽ പോലും ഒന്ന് കുലുങ്ങി കുറെ കെട്ടങ്ങൾ പറഞ്ഞു വിടും, എന്നാലും ആ ഭൂപ്രകൃതി ഏകദേശം അതുപോലുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ നാട്ടില് വോൾക്കാനോസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും മാരകമായ, ഏറ്റവും പ്രഹരശേഷി കൂടിയ ഒരു പ്രകൃതി ദുരന്തമാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. കാരണം ഒരു മലയുടെ ഒരു ഭാഗമൊക്കെ അപ്പാടെ ഇങ്ങനെ വന്നിട്ട് വെള്ളവും ചെളിയും പാറയെല്ലാം കൂടെ കൂടി ആ ഒരു പ്രദേശത്തെ മുഴുവൻ അങ്ങ് തുടച്ചു നീക്കി കൊണ്ടുപോകാണ്. അത് തുടച്ചു നീക്കുക എന്നതിനേക്കാൾ ഉപരി മറ്റൊന്നായിട്ട് തീർത്തും ഉപയോഗശൂന്യമായ ഒരു ലാൻഡ്സ്കേപ്പ് ആക്കി മാറ്റിയിട്ടാണ്. അവിടെ കുറെ പാറപ്പൊടിയും ചെളിയും വലിയ പാറകളും അല്ലാതെ മറ്റൊന്നിനും ഇനി അവിടെ ഒരു സ്കോപ്പ് ഇല്ലാത്ത രീതിയിൽ ആക്കി വെച്ചിട്ടാണ്. അത് കാണുന്നത് ഭയങ്കര ഹൃദയഭേദകമായ ഒരു ദൃശ്യമാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാവും. പിന്നെ ഇവിടെയുള്ള ആളുകളെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുക, അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആ സംഭവം നടന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല.
ഈ ഗൈഡൻസ് തരുന്നത് ആരാണ്? അവിടെ ഈ എക്സ്കവേഷനൊക്കെ പരിചയമുള്ള ആളുകൾ ആ നിലയ്ക്ക് അവരാണോ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരോ, അതോ വോളണ്ടറിലി വി ഗോ ദെയർ ആൻഡ് സഹായം സഹായം എന്ന് പറയാനായിട്ട് ആരെ എപ്പോഴും അങ്ങനെ ഒരു അനിശ്ചിതത്വം ഉണ്ടല്ലോ അവിടെ. എക്സ്കവേഷൻ പോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോഴും മൃതശരീരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്. അത് ഓഫ് കോഴ്സ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് എപ്പോഴും പോലീസും നമ്മുടെ ആർമി ഒക്കെ ആയിരിക്കും. ഇപ്പൊ ആർമി ഇപ്പൊ അതിൽ പോയി, ഇനിയിപ്പം പോലീസിന്റെ അണ്ടറിലാണ്. അവിടെ ഇനിയിപ്പം അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഇനിയുള്ളത് അവിടെയുള്ള ആളുകളുടെ ബാക്കി എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് എടുക്കും. ഞാനിങ്ങനെ കുറെ വീട്ടുകാരെ അസിസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ സാധനങ്ങൾ അവിടെ മാറ്റാൻ, അവർക്ക് കൂടുതൽ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയോട് ബാക്കിയുള്ളൂ. പിന്നെ പലതും വീടുകളും വാഹനങ്ങളും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നുണ്ട്. അതിന്റെ പലതിന്റെ ഉടമസ്ഥരെ ഒന്നും ഇനിയും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം പലരുടെയും മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ചിലരൊക്കെ മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ ഇനി അവർ തിരിച്ചു വരാനുള്ള സാധ്യത തന്നെ വളരെ ദൂരമാണ്. ജുബിൻ എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ? ആക്ച്വലി 3 ദിവസം ഉണ്ടായിരുന്നു. ഈ 3 ദിവസത്തില് ആദ്യം ചെന്ന് നമ്മൾ ഒരു കുറച്ച് ട്രിപ്സ് ഓടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലറായി. അതൊരു നാരോ എസ്കേപ്പ് ആയിരുന്നു. അത് തൽക്കാലത്തേക്കൊരു മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് നമ്മൾ അന്നത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഭൂരിഭാഗം സമയവും ഉച്ച വരെയുള്ള സമയത്ത് എനിക്ക് വർക്ക്ഷോപ്പിൽ തന്നെ ചെലവഴിക്കേണ്ടി വന്നു. കാരണം ഈ ബ്രേക്ക് നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി അടിച്ചപ്പോഴാണ് ഒരു ഫ്രണ്ട് വീൽ ബെയറിംഗ് കൂടി തീർത്തും തകർന്നു പോയെന്ന് മനസ്സിലായി. കാരണം അത് പുറത്തെ ടെറൈനിൽ കൂടി ആയിരുന്നു ഓടിയത്. അങ്ങനെ അത് റിപ്പയർ ചെയ്ത് ഉച്ചയോടുകൂടി ഇറങ്ങി. ഉച്ച കഴിഞ്ഞ് വീണ്ടും സൈറ്റിലെത്തി. കുറെ ഇതുപോലുള്ള ചെറിയ അപ്പൊ തന്നെ മനസ്സിലായി ഇനിയിപ്പോ അവിടെ കൂടുതൽ ഓപ്പറേഷൻസ് ഒന്നും അവിടെ ഇനി ഇല്ല. അത് കഴിഞ്ഞ് തേർഡ് ഡേ ഞാൻ കളക്ഷൻ സെന്ററിലേക്കുള്ള കുറച്ച് മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്തു. ഇത് രണ്ടും നമ്മുടെ സുഹൃത്തുക്കളെ കണ്ട് അവരെ കാര്യങ്ങൾ, കാരണം എനിക്ക് ഇത്രയും ദൂരം ആയതുകൊണ്ട് ഏകദേശം 350 കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഈ സ്ഥലം വരെ. അപ്പോ അവിടെ കുറച്ച് സുഹൃത്തുക്കളെ ഏൽപ്പിച്ച് ഇനിയും എന്തെങ്കിലും അവിടെ ഷോർട്ടേജ് ഉണ്ടാകുകയാണെങ്കിൽ അറിയിക്കുക. അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാം. പിന്നെ അവിടെ ഈ മെന്റൽ ട്രോമ അനുഭവിക്കുന്ന കുറച്ച് ആളുകൾ, അവർക്ക് കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീമിനെ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് മീറ്റിങ്ങുകളും കാര്യങ്ങളും നടത്തി. അങ്ങനെയാണ് 3-ാം ദിവസം ഞാൻ അവിടെ നിന്ന് മടക്കി പോകുന്നത്. ഇപ്പോഴും അവിടുന്ന് അപ്ഡേറ്റ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് ഇനിയും അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് അതിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പല സംഭവങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ജുബിൻ. അതായത് ഒരു കുട്ടി വന്നിട്ട് അയാളുടെ ബ്രദറിന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ, അപ്പോ അവിടെ കാര്യമായിട്ടൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ള ആ കാര്യം ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ. ഞാനിങ്ങനെ എന്റെ വേറൊരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേരും ജുബിൻ തന്നെയാണ്. അവര് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അവര് ഈ എക്സ്കവേറ്റേഴ്സിന്റെ റിപ്പയറിംഗിന് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ കൂടെ 1-2 സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വന്ന് ഞാനിങ്ങനെ വണ്ടി കൊടുക്കുന്ന സമയത്താണ് ഒരു പയ്യൻ, ഒരു 10-20-21 വയസ്സ് കാണും, പറഞ്ഞ് ചേട്ടാ എൻ്റെ കൂടെ അവിടെ വരെ വരുക, സ്കൂളിന്റെ അപ്പുറത്താണ് എൻ്റെ വീട്. കുറച്ച് ദൂരമുണ്ട്, സ്കൂളിന്റെ അതുവഴിയുള്ള വഴിയെ കുറച്ച് കയറി പോകണം. അപ്പൊ എന്റെ ചേട്ടനൊക്കെ അവിടെ താമസിക്കുന്നത്, അവരെല്ലാവരും സേഫ് ആണ്. പക്ഷെ ആ വീടിന് ഒരിക്കലും അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. സോ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഡ്രസ്സും ഒക്കെ അതെടുത്ത് മാറ്റാൻ സഹായിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞ സംഭവം ചൂരൽമലയെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു പ്രദേശം മുഴുവൻ വലിയ വീതി, ഒരു ടീ ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറിയുടെ ഇപ്പുറത്ത് കൂടി ഇതിനെ മൊത്തത്തിൽ നശിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു രംഗത്താണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ അവിടെ എക്സ്കവേറ്ററുകൾ ഇങ്ങനെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്, മണ്ണൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നടുവിലൂടെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഭയങ്കര ഭീതിതമായ ഒരു ഡിസ്റ്റോപ്യൻ ലാൻഡ്സ്കേപ്പിലൊക്കെ ചെന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ലോകത്തൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ പോകുന്ന ഡൂംസ്ഡേ പോലെയുള്ള സിനിമയൊക്കെ കണ്ടിട്ടിരിക്കുന്ന പോലെ മുഴുവൻ ഒന്നും ജീവന്റെ ഒരു അവശേഷിപ്പ് പോലും ഇനി ഇല്ലെന്നുള്ള രീതിയിലാണ്. അത് ആകെ അവിടെ അനങ്ങുന്നത് ഈ എക്സ്കവേറ്റേഴ്സ് മാത്രമാണ്. പിന്നെ കൊണ്ട് ചെല്ലുമ്പോൾ കുറച്ച് ആളുകളെ കാണാം.
അപ്പൊ അങ്ങനെ ഉള്ളൊരു സ്ഥലത്തുകൂടി നമ്മൾ ചെന്നിട്ട് ഒരു മുട്ടറ്റം ചെളിയുണ്ട്. ആ ചെളിയിൽ കൂടി വണ്ടി അപ്പുറത്ത് ചെന്നു. പിന്നെ കുറെ മരങ്ങൾ കടപുഴകി കിടപ്പുണ്ട്. ഇതെല്ലാം ഒലിച്ചു വന്നതാണ്. കുറെ പാറകളുണ്ട്. ഇതിന്റെ എല്ലാം ഇടയിൽ കൂടി അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവര് കുറെ ചാക്കുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. അവരുടെ ആകെയുള്ള സമ്പാദ്യം ഇതാണ്. കുറച്ച് പഴയ ഡ്രസ്സുണ്ട്, കുറച്ച് അരിയുണ്ട്, കുറച്ച് കാപ്പി, 2-3 കോഴി, ഇതൊക്കെയാണ്. പിന്നെ പിന്നീടും സമാനമായിട്ടുള്ള ട്രിപ്സ് പോകേണ്ടി വന്നു. അവിടെ എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. കൂടുതലൊന്നും ഇല്ല. ഇനി ആകെ അവശേഷിക്കുന്നത് ഇതൊക്കെ ഉള്ളൂ. ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടാകും, അല്ലെങ്കിൽ സ്റ്റൗ ഉണ്ടാകും. പാത്രങ്ങൾ പോലും പല വീടുകളിലും ബാക്കിയൊന്നും ഇല്ലെന്നുള്ള ആ ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തെയാണ് അവിടുന്ന് ഈ പറഞ്ഞ പയ്യന്റെ ചേട്ടൻ അയാൾ കയറി കയ്യിൽ ഒരു ചാക്കിനകത്ത് കുറച്ച് കോഴിയുണ്ട്. ഇതിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോണെന്ന് വിചാരിച്ച പിന്നെ അത് മിണ്ടാപ്രാണിയല്ല, ദോഷമല്ല, ഇത്ര നാളെ തീറ്റി കൊടുത്ത് കൊണ്ട് എടുത്തതെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയിൽ കയറി. അങ്ങനെ അവിടുന്ന് ഈ സാധനങ്ങളുമായി താഴെ ഇറങ്ങി വരുന്ന വഴിക്കാണ്. പക്ഷെ നമുക്ക് ഒരു തരത്തില് അപകടമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റി. അവിടുന്ന് ചെക്ക് പോയിന്റ്സ് ഒക്കെ കടന്ന് ഞാൻ അപ്പുറത്തെടുത്തുകൊണ്ട് അവര് എല്ലാ ബ്രേക്ക് പോയില്ലായിരുന്നെങ്കിൽ അവരെ മേപ്പാടിക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തത്. അപ്പൊ അവർക്ക് പകരം പോകാനുള്ള ഒരു വണ്ടി പിക്കപ്പ് അറേഞ്ച് ചെയ്തിട്ട് ഈ സാധനങ്ങളെല്ലാം വണ്ടിയിൽ ഇറക്കി. ആ സമയത്ത് ആ പയ്യൻ വന്ന് ചോദിച്ചൊരു കാര്യം, ചേട്ടാ പൈസ എന്തെങ്കിലും? അത് കേട്ടത് സത്യം പറഞ്ഞ എന്റെ കണ്ണു നിറഞ്ഞു. കാരണം അവനെ സകലവും നഷ്ടപ്പെട്ട് നിൽക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ട് ആകെയുള്ള വീടും അതിനകത്തുള്ള കഞ്ഞിക്കലം വരെ ഒഴുകിപ്പോയ ഒരുത്തൻ എന്നോട് ചോദിക്കുകയാണ്, ചേട്ടാ പൈസ ഓടെ ഞാനൊക്കെ നോക്കിക്കോളാം എന്നത് ഞാൻ പറഞ്ഞിട്ടു. പക്ഷെ അത് എന്നെ ഭയങ്കരമായിട്ട് എന്താ തകർത്ത് കളഞ്ഞൊരു ചോദ്യം. കാരണം അത്രയും നല്ല മനസ്സുള്ള മനുഷ്യരെ അവർക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അത് തീർത്തും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. കാരണം ഒരുപാട് ആളുകൾ ധാർമ്മികമായിട്ടും ഒക്കെ പലതും ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പാവപ്പെട്ട മനുഷ്യർക്കാണ് ഇപ്പൊ ഇങ്ങനത്തെ ദുർവിധി ഉണ്ടായിട്ടുള്ളത്. അതാണ് ശരിക്കും ഈ ഒരു യാത്രയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. പിന്നെ അതുപോലെ തന്നെ പല ആളുകളെ ഇവരുടെ സാധനങ്ങളെല്ലാം ആ സ്ഥലത്തുനിന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു. അവരെല്ലാം പറയുന്ന അവരുടെ എല്ലാം മുന്നിൽ ഇനി എന്താണെന്നൊരു വലിയ ചോദ്യചിഹ്നോ, അവർക്ക് ഇനി മുന്നോട്ടുള്ള ഭാവി എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടത്, തീർത്തും അനിശ്ചിതത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ജുബിന്റെ സ്ഥലം എവിടെയാ? ഇത്രയും 350 കിലോമീറ്റർ ദൂരത്തേക്ക് ഈ ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും അത്ര എല്ലാവരും ഓരോരോ ജോലികൾ ചെയ്യണതിന്റെ ഇടയ്ക്ക് തന്നെയാണ് അവരവരെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ജുബിന്റെ പശ്ചാത്തലം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ താല്പര്യം. എന്റെ സ്വദേശം എന്ന് പറഞ്ഞ ആലപ്പുഴയിലെ കുട്ടനാട് താലൂക്കില് എടത്വ എന്ന് പറഞ്ഞ തലവടി അങ്ങനെ ഉള്ള സ്ഥലത്താണ് എന്റെ സ്വദേശം. ഞാൻ ഒരു 4 വർഷത്തോളമായി എന്റെ ഭാര്യയുടെ സ്വദേശമായി വെണ്ണിക്കുളം എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്നൊരു 14-15 കിലോമീറ്റർ എയർപോർട്ട് മാറിയിട്ടുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം പെട്ടെന്നുണ്ടായതല്ല. 2018 ഞാൻ ഈ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഇന്റൻസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ എന്റെ നാട്ടിലെ വീട്ടിൽ നിന്ന് അമ്മയും എന്റെ അന്ന് 2.5 വയസ്സുള്ള മകളെയും കൂട്ടി പെട്ടെന്ന് കാറെടുത്ത് ഈ ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നതാണ്. അപ്പൊ അന്നേരം എന്റെ അമ്മ പറഞ്ഞു നമുക്ക് ചെങ്ങന്നൂരിലെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. ഞാനത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. പക്ഷെ അവിടെ പോലും ഞങ്ങൾ വിട്ടുപോയാണ്. കാരണം അമ്മയുടെ വീട്ടിൽ ഒരിക്കലും വെള്ളം കയറില്ലെന്ന് വിചാരിച്ച സ്ഥലത്താണ് വെള്ളം കയറി. അപ്പം അത് എന്തുകൊണ്ടും നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് നമുക്ക് ഒരു ഭൂപ്രകൃതിയെ പറ്റിയുള്ള പ്രാഥമികമായിട്ടുള്ള അറിവ് അതാണ്. റെസ്ക്യൂവിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അന്ന് ഷിജു, അതുപോലെ തന്നെ മിഥുൻ, പിന്നെ ജസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളാണ്. പിന്നെ അതേസമയം തന്നെ എന്റെ ഏറ്റവും ഇളയ ബ്രദർ ജോസിൻ, അവന്റെ സുഹൃത്ത് ജസ്റ്റിൻ, പിന്നെ അനൂപ്, അവർ 3 പേരും ഒരു കാറിനകത്താണ്
ഈ എടത്വായിലെ ട്രാപ്പിലായി പോയത്. എടത്വ ടൗണിൽ അവരൊരു കാറിനകത്താണ് 3 ദിവസം കഴിച്ചു കൂട്ടിയത്. ബ്രെഡും വെള്ളവും മാത്രം കഴിച്ചിട്ട് മാറി കൊടുക്കാനുള്ള ഡ്രസ്സ് പോലും ഇല്ലാതെ അവര് അന്ന് അവിടെ സർവൈവ് ചെയ്ത്. എന്നാല് ഞങ്ങള് ഈ കുട്ടനാട്ടുകാർ പൊതുവെ ഇങ്ങനെയുള്ള പ്രളയവും മറ്റു കാര്യങ്ങളെല്ലാം കണ്ട് പരിചിതരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമല്ല. അത്രയും വലിയ വെള്ളം പൊങ്ങി വന്നിട്ട് പോലും ക്യാമ്പിൽ പോകാതെ സമീപത്തുള്ള വീടുകളുടെ ടെറസ് വർക്കിനടിയിൽ എല്ലാവരും ഒന്നിച്ചു കൂടി കഞ്ഞി വെച്ചും ഒക്കെ ആഘോഷമാക്കി കഴിഞ്ഞ ആൾക്കാരുണ്ട്. അതാണ് കുട്ടനാട്ടുകാരുടെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഇതില് എനിക്ക് കൺസേണിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങളത് പരിചയിച്ച ആൾക്കാരാണ്. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ആളുകളുടെ സ്ഥിതി അതായിരിക്കില്ല. അവർക്ക് ഇത് ഭയങ്കര ഒരു ട്രോമ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. കാരണം പെട്ടെന്ന് വെള്ളം ഇരച്ചു കയറി വരുമ്പോൾ വീട്ടിനകത്ത് കയറും. ഒരാള് ഏറ്റവും സുരക്ഷിതമാണെന്ന് സ്വയം കരുതി പോരുന്ന ഒരു സ്ഥലമാണ് അയാളുടെ വീട് എന്ന് പറയുന്നത്. അതിനകത്ത് വെള്ളം കയറി വരിക എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തേക്ക് വെള്ളം കയറി വരുമ്പം അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായ ആഘാതം വളരെയേറെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടാണ് നമ്മള് ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിനായിട്ട് ഇറങ്ങിയത്. അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ആ ഒരു സമയത്തുണ്ടായി. അപ്പോ ഞാൻ അന്ന് എന്റെ പല സുഹൃത്തുക്കളോടും ചോദിച്ചു, ഒരു ജീപ്പ് എനിക്ക് റെസ്ക്യൂ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് തരികയാണ്. ഇതെല്ലാം കഴിയുമ്പം അതിന്റെ പൂർണ്ണമായിട്ടുള്ള സർവീസ് നടത്തി ഞാൻ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് മഹീന്ദ്ര എനിക്ക് അതിന് സഹായം അൺഒഫീഷ്യലി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. മഹീന്ദ്രയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങള് ഫണ്ടുകൾ റെസ്ക്യൂ ഉപയോഗിച്ചു, ഞാൻ അതിന് അത് സർവീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളെ പൈസയുടെ കാര്യം അറിയേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞിട്ട് പോലും ആരും എനിക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പ്രളയം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പഴയ ജീപ്പ്. അപ്പോ ജീപ്പ് അങ്ങനെ എടുത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനും ഒക്കെയാണ്. അപ്പൊ അത് 2019 അതായത് 18 പ്രളയത്തിന് ശേഷം 19 കവളപ്പാറ പുത്തുമല എന്നീ 2 ഉരുൾപൊട്ടലുണ്ടാകുന്നത്. നിലമ്പൂർ ടൗൺ വെള്ളത്തിനടിയിലാവുന്നു. അപ്പൊ ആ ജീപ്പ് എടുത്തിട്ട് പിന്നെ ഫസ്റ്റ് മിഷൻ അതായിരുന്നു, നിലമ്പൂരേക്കുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു. പിന്നെ ഇത് നമ്മളൊരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഒരു ചാരിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിന്റെ പേരിലല്ലാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഇതുപോലെ സ്വമനസാൽ, അതായത് സ്വമേധയാ ഇറങ്ങി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്ന പോലെ ഈ പണിയെടുക്കേണ്ട സമയത്ത് വരാത്ത ആൾക്കാർ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വന്ന് ഒരു ബഹളം ഉണ്ടാക്കി, ഒരു ഓളം ഉണ്ടാക്കിയിട്ട് അവര് തന്നെ എവിടെയെങ്കിലും പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ട് പൊന്നാടയും ട്രോഫിയൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് പരിപാടി കണ്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് യാതൊരു കുഴപ്പമില്ല, അത് അവരുടെ കാര്യം, അത് അവരുടെ പ്രയോറിറ്റി, അതാണ്, അവരങ്ങനെ ചെയ്യട്ടെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ വാർത്തയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മള് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിനകത്ത് കൂടുതൽ അവകാശവാദങ്ങളൊന്നും നമുക്കില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞ് വീട്ടിൽ പോയേക്കുക. അപ്പൊ അതാണ് നമ്മൾ ഇതുവരെ അനുവർത്തിച്ച് പോരുന്ന ഒരു രീതി. ഇപ്പൊ അത് കുറെ കൂടി വിപുലമായിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് സാങ്കേതികമായിട്ടുള്ള തയ്യാറെടുപ്പുകളും കുറച്ച് ഹോംവർക്കുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഒരുക്കത്തിലാണ് ഇപ്പൊ നമ്മൾ. തീർച്ചയായിട്ടും ഇപ്പൊ മഹീന്ദ്ര അങ്ങനെ ഒരു സജഷൻ ഓഫ് കോഴ്സ് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോഴായിരിക്കാം അതിന്റെ ഒരു ഇത് വന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അത്തരം ഇനിഷ്യേറ്റീവ്സ് ഉള്ള അല്ലെങ്കിൽ CSR ഫണ്ടുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിലേക്ക് കുറച്ചും കൂടിയൊക്കെ ഇത് വരികയാണെങ്കിൽ താങ്കളെ പോലെയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ഇതിന്റെ മുന്നൊരുക്കങ്ങൾ ചെയ്യാനെന്ന് തോന്നുന്നു. അത് പറയുമ്പോൾ കൂട്ടി ചോദിച്ചോട്ടെ, ഇപ്പൊ അവിടെ പോയിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പിടിയുമില്ല. എങ്ങനെയായിരുന്നു അവിടെ പോയിട്ട് താമസിക്കുന്നതും നമ്മുടെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? താമസം ശരിക്കും പറഞ്ഞാല്
വടുവഞ്ചാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് റൂം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരാണെന്നറിയില്ല, ഏതോ ഒരു നല്ല മനുഷ്യനുള്ള മനസ്സുള്ള ഒരു വ്യക്തി, അത് ആരാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവരവിടെ 4 പേർക്ക് താമസിക്കാനുള്ള അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും താമസിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു സ്നേഹ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിരുന്നു. അവിടെ അവർ നല്ല റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം, രാവിലെ ഞാൻ ചെല്ലുമ്പോൾ മേപ്പാടിയിൽ നിന്ന് ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. പിന്നെ ഉച്ചക്ക് ഒരു പൊതിച്ചോറ് ആരോ കൊണ്ട്, നമ്മുടെ ജുബിനോ ആരോ ഒരു ടീം കൊണ്ട് തന്നു, ഞാനത് കഴിച്ചു. അത് ശരിക്കും പറഞ്ഞാല് ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. അതാണ് വാസ്തവം. കാരണം ഒരു എന്താ പറയണ്ടേ, ഒരു 48 മണിക്കൂർ സമയത്തേക്ക് കഴിച്ച ഭക്ഷണം എന്താണെന്നോ അത് വയറ്റിലോട്ട് പോയിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാത്തൊരു പ്രത്യേക അവസ്ഥയിലായിരുന്നു ഞാൻ വളരെ ഭക്ഷണപ്രേമിയായ ഒരു മനുഷ്യനാണ്. നല്ല ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്ന് മുട്ട കഴിക്കും. പക്ഷെ ഈ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിന്റെ ആണോ എന്തോ ആണെന്ന് എനിക്കറിയില്ല, അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു എന്താ പറയാ, അതൊരു പ്രയോറിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സാധാരണഗതി നമ്മൾ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത കാര്യം ചെയ്യുക എന്നുള്ളൊരു രീതിക്ക് ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നിയില്ല. അവിടുന്ന് തിരിച്ച് വൈത്തിരി വന്നിട്ടാണ് ചോറുണ്ടത്. ജുബിൻ അതർവൈസ് എന്താ ചെയ്യണേ ആസ് എ പ്രൊഫഷൻ? ബേസിക്കലി ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. ഒരു 10-16 വർഷം ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ മാഗസിനായ ടോപ്പ് ഗിയർ മുതൽ ടോപ്പ് ഗിയർ, ഓവർടേക്ക്, പിന്നെ ഏറ്റവും അവസാനം സ്മാർട്ട് ഡ്രൈവ്, അങ്ങനെ ബൈജുവൻ നായർ തുടങ്ങിയ ഈ പറഞ്ഞ വാഹന മാസികകളെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം ഓട്ടോ ജേർണലിസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്ത് സ്മാർട്ട് ഡ്രൈവിലായിരുന്നു. അത് 2022 പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് വരെ കൂടെ ഉണ്ടായിരുന്നു, ആദ്യം മുതലുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ വർക്ക്ഷോപ്പ് നമ്മളിങ്ങനെ നടത്തുന്നുണ്ട്. അത് ഇപ്പം അങ്ങനെ കാര്യമായിട്ടുള്ള ഓപ്പറേഷൻസ് ഇല്ല, എന്നാലും ഉണ്ട്. അത് ഒരു വശത്തോട്ട് പോകുന്നു. പിന്നെ ചെയ്യാത്ത ജോലികൾ വളരെ കുറവാണ്. ഒരുവിധപ്പെട്ട എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ 2 ചെറിയ സംരംഭങ്ങളുണ്ട്. ഒന്ന് ഷുഗർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു കേക്കിന്റെ, കസ്റ്റം കേക്ക്സിന്റെ പരിപാടി. ഇപ്പൊ അടുത്തൊരു കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, 4 മണിക്കൂർ കൊടുക്കേണ്ട ഒരു കേക്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ മൈക്രോ ഫോറസ്റ്റ് എന്നുണ്ട്, ടെറാറിയംസ് ചെയ്യുന്ന ഒരു സംരംഭം കൂടി പുള്ളിക്കാരി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ 2 ചെറിയ ബിസിനസ്സുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഇപ്പൊ റിലീസാകാൻ പോകുന്ന ഒരു സിനിമയില് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ചെറിയൊരു റോളിൽ ആക്ടറായിട്ടും വർക്ക് ചെയ്തിരുന്നു. അപ്പം സിനിമാ മേഖലയിലേക്ക് ഇങ്ങനെ വലിയ എന്താ പറയണ്ടേ, ബഹളങ്ങളൊന്നും കൂടാതെ ഒരു എൻട്രി നടത്തിയിട്ടുണ്ട്. അടുത്ത ചില പ്രോജക്റ്റുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നിലവിലുള്ള സിറ്റുവേഷൻസ്. പിന്നെ ഓഫ് കോഴ്സ് ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ ഒരിക്കലും വിട്ടുകളയില്ല. അതിനൊക്കെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പ്ലാൻ നേരത്തെ തന്നെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ചില ആളുകൾ എന്നോട് ഇങ്ങനെ സിനിമയുടെ കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. സിനിമ എന്ന് പറയുന്നത് എനിക്ക് അൾട്ടിമേറ്റ് ഗോളൊന്നുമില്ല, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ലോകത്ത് ചെയ്യാനുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം സിനിമ എന്ന് പറയുന്നത് ഞാൻ പോകുന്ന വഴിക്കുള്ള ഒരു മൈൽ സ്റ്റോൺ മാത്രമാണ്. ഇപ്പം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യം തരുന്നെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അത് ശരിയാണ്. പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും. ഒരുപക്ഷെ ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സിനിമയുടെ, ഇപ്പൊ പ്രവർത്തിച്ച സിനിമയുടെ കാര്യം ജസ്റ്റ് ഒന്ന് പേരും ആരുടെ ഒപ്പമാണ് എന്നുള്ളത്. നമ്മള് ഇപ്പൊ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ MA നിഷാദ് സാറിന്റെ ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറയുന്ന സിനിമയാണ്. അത് ഒരുപാട് താരങ്ങളെ
ഒരുപാട് അഭിനേതാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. ഏതാണ്ട് 64 അഭിനേതാക്കളുണ്ട് അതില്. ലീഡ് റോൾസില് ഷൈൻ ടോം ചാക്കോ, എം.എൻ. ഷാ സാർ തന്നെ അതിൽ ചെറിയൊരു ഒരു ചെറുതല്ല മുഴുനീള വേഷം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുകേഷ് ഏട്ടനുണ്ട്, സുധീഷ് ഏട്ടൻ, സുധീർ കരമന, ബൈജു, അശോകൻ അങ്ങനെ ഒരു വലിയ കലാഭവൻ ഷാജൻ, രമേശ് പിഷാരടി, കോട്ടൻ നസീർ, ജോണി ആന്റണി, ജാഫർ ഇടുക്കി, കൈലാഷ് ഉണ്ട് കൈലാഷ് ഉണ്ട്. കൈലാഷുണ്ട്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാസ്റ്റ് അല്ല, ഒരു വലിയ എൻസംബിൾ കാസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള അതുപോലെ തന്നെ ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. അത് ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പം ദുർഗാകൃഷ്ണ, സ്വാസിക, അതുപോലെ തന്നെ ശിവദ, ഇവർക്കെല്ലാം പുറമെ നമ്മുടെ മലയാളത്തിന്റെ ഒരു സമയത്ത് ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്ന വാണി വിശ്വനാഥ് ഒരു തിരിച്ചുവരവ് നടത്തുന്നുണ്ട്. പിന്നെ തമിഴിൽ നിന്ന് സമുദ്രക്കനി, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. വലിയൊരു കാസ്റ്റ് തന്നെ. നല്ലൊരു സിനിമയായിരിക്കും. നമ്മുടെ പ്രതീക്ഷയും പ്രാർത്ഥനയെല്ലാം അതോടെ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ വർക്ക് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അതിന്റെ ഡബിങ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒക്ടോബറിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഫോഴ്സസ് ലൈക്ക് നമുക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല. അതിപ്പോ നമ്മുടെ സ്റ്റേറ്റിന്റെ ഫോഴ്സസ് ഉണ്ട്, ഐ മീൻ ആർമി ആയിട്ട് ബന്ധപ്പെട്ടും അവരുടെ കുറെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതും കൂടിയാണ് ഇപ്പൊ ന്യൂസിലൊക്കെ. അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉള്ളൊരു ഒബ്സർവേഷൻ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഇതിന് ഇപ്പം നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് നമ്മുടെ പോലീസ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആർമി ഉണ്ട്, പിന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്. ഇനിയും ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ തന്നെ ട്രെയിനിങ് വന്നിട്ടുള്ള സിവിൽ ഡിഫൻസിന്റെ ഒരു പാരലൽ ആർമി ഉണ്ടല്ലോ. സിവിലിയൻസ് തന്നെ വോളണ്ടിയറിന് ഇറങ്ങിയിട്ടുള്ള ഒരു പാരലൽ ആർമി തന്നെ നമുക്കുണ്ട്. അവർ വളരെ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് ചെയ്തിട്ടുള്ള ജോലി വളരെ കമൻഡബിൾ ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. കാരണം നമ്മള് അവരുടെ ഒരു അർപ്പണ മനോഭാവമാണ്. അപ്പൊ അതിനകത്ത് ഒന്നും അല്ലെന്ന് പറയാം. കാരണം നമ്മളെ ഇവിടുന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നു. പക്ഷെ അവരുടെ പുഷിംഗ് ടു ദ ലിമിറ്റ്സ്. അവരുടെ എല്ലാ കഴിവുകളും എല്ലാ പരിമിതികൾക്കും അപ്പുറത്ത് ചെന്നിട്ടാണ് ജോലി. പിന്നെ ആർമിയുടെ കാര്യം നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അവർ അത്രയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു സേവനം എന്ന് പറഞ്ഞാൽ അവര് വളരെ കൈമേയ് മറന്നുള്ള സേവനമാണ്. പിന്നെ നമ്മുടെ ആർമിയെ പറ്റി നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ പോലീസ് വളരെയധികം അവര് പിന്നെ അതിനെ വേറെ കാര്യമുണ്ട്, ഭയങ്കര ഡെലിക്കേറ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം ഇത്രയും അധികം നാശനഷ്ടങ്ങൾ, ഇത്രയും കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ രക്ഷാപ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കും വന്നിട്ടുള്ള വിവിധ ബാക്ക്ഗ്രൗണ്ട്സും വിവിധ ഐഡിയോളജീസും ഉള്ള സംഘടനകൾ, ഇവരെ എല്ലാം ഏകോപിപ്പിച്ച് ഒരു പ്രശ്നവും ഉണ്ടാകാതെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് കേരളം വിട്ടിട്ടൊരു സംസ്ഥാനത്തിൽ അവനൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് നമ്മൾ ആ കാര്യത്തിൽ നേടിയിട്ടുള്ളത്. കാരണം ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ യുവജന സംഘടന, അതിപ്പം DYFI ആയിക്കോട്ടെ, വൈറ്റ് ഗാർഡ് ആയിക്കോട്ടെ, SYS, അങ്ങനെ സേവാഭാരതി, ഇവരെല്ലാവരും, അതുപോലെ തന്നെ മറ്റു ചെറിയ സംഘടനകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇവരെല്ലാവരും യാതൊരു വേർതിരിവും ഇല്ലാതെ, ഇതിനകത്ത് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്നുണ്ട്. പക്ഷെ അതല്ല, ഇപ്പോഴത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാല് ഇവരാരും യാതൊരു വേർതിരിവുകളും കാണിക്കാതെ പരിഗണന, ആ ഒരു മനുഷ്യത്വത്തോടു കൂടി മാത്രം അവർ ആ ഒരു മൂല്യം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജോലിയെടുക്കുന്നത്. ഒന്നിച്ച് അവർ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, ഒന്നിച്ച് തിരിച്ചു വരുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്ന കാഴ്ച. അവിടെ യാതൊരു വേർതിരിവും, എല്ലാവരും ഒന്നിച്ച് ആ ഒരു നാടിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച.
അപ്പൊ അതില് പിന്നീട് ആളുകൾ ഓരോ കളർ ചേർക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആളുകൾ ഇട്ടിരിക്കുന്ന കുപ്പായങ്ങളും അതിലെ എഴുത്തുകളും പലതായിരിക്കും, പക്ഷെ ഉള്ളിൽ എല്ലാവരും മനുഷ്യനാണെന്നുള്ള ആ ഒരു പൊതു തത്വം അവിടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ആൾക്കാരെ പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അത് നമ്മുടെ ജോലിയല്ല, അത് അവരുടെ ജോലി അവർ ചെയ്യുന്നു. രാഷ്ട്രീയം പറയുന്നു, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു, അതൊക്കെ അവർ ചെയ്യുന്നു. അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് മലയാളികൾക്ക് വിവരമുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അവരെ നമ്മൾ കേൾക്കേണ്ട സ്ഥലങ്ങളുണ്ട്, കേൾക്കേണ്ട സമയങ്ങളുണ്ട്, പക്ഷെ അവരെയൊക്കെ ഇഗ്നോർ ചെയ്യേണ്ട സമയങ്ങളുണ്ടെന്നുള്ളത് ഇങ്ങനത്തെ അവസരങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും അവിടുത്തെ അങ്ങനെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പറയാതെ തന്നെ അറിയാം, നമ്മുടെ മലയാളികളാണ് ലോകത്തെവിടെയുമുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ എല്ലാം ഒരു ആണിക്കല്ലായിട്ട് നിൽക്കുന്ന ആളുകൾ. ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ യൂറോപ്പിലോട്ടും കാനഡയിലോട്ടും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോട്ടൊക്കെ കയറി പോകുന്നത്. എന്റെ ഭാര്യ അടക്കമുള്ള ഒരു ആരോഗ്യ രംഗത്തെ പ്രവർത്തകരായിരുന്നു. അവര് ഈ പറഞ്ഞവര് ഒരു 10-16 വർഷം നഴ്സിംഗ് ജോലി ചെയ്തിട്ടാണ് ഇപ്പൊ അതിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ രംഗം എന്ന് പറയുന്നത് നമ്മുടെ ആളുകളുടെ ഒരു മനോഭാവം തന്നെ, അവർ ഏത് സാഹചര്യവും നേരിടും. അതിനകത്ത് മലയാളിയെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ എത്ര വലിയ ലോകമഹായുദ്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരതിനെ നേരിടാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇതൊന്നും അവരെ പിന്നോട്ട് തിരികത്തില്ല, അവരെ ഇട്ടച്ചു പോകത്തൊന്നുമില്ല. അവർ നിന്ന് അതിനുവേണ്ടി വർക്ക് ചെയ്യും, അതിനുവേണ്ടി ഏതറ്റം വരെയും പ്രയത്നിക്കും. അതുകൊണ്ട് നമുക്ക് അഭിമാനപൂർവ്വം പറയാം, നമ്മുടെ ഹെൽത്ത് കെയർ രംഗത്തെ ആളുകൾ നമ്മുടെ ഇപ്പം ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളിലും മറ്റു ഭാഗങ്ങളിലുള്ള ആളുകളെപ്പോലെ തന്നെ, പക്ഷെ അവരെക്കാൾ ഒരു പടിയും കൂടെ ഉയർന്ന നിലയിൽ എന്താ പറയണ്ട ഒരു ഡെഡിക്കേഷൻ ഉള്ള ആളുകളാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഒരു കർത്തവ്യം നിർവഹിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ജൂബിൻ അത്രയും സിൻസിയർ ആയിട്ട് ചെയ്തൊരു ഇത് ആർക്കെങ്കിലൊക്കെ ഇൻസ്പിറേഷൻ ആയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കോൺവെർസേഷൻ ചെയ്യുന്നത്. മാത്രമല്ല താങ്കൾ ചെയ്തൊരു കാര്യത്തിനും ആളുകൾ കുറച്ചും കൂടി, ഇപ്പൊ എനിക്ക് ഒരുപാട് നെറ്റ്വർക്ക് ഒന്നുമില്ല, അത്ര കുറച്ചെങ്കിലും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് അത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ആണ് വണ്ടി എത്ര കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ടെന്ന്, ഇപ്പൊ ഏകദേശം ടു ആൻഡ് ഫ്രോ ഓടിയതും അവിടുത്തെ ഓട്ടങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു 900 കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. 878 അങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇത്രയും കിലോമീറ്റർ ഒരു 4 ദിവസം കൊണ്ട് ഓടി. അത് ആധുനിക വാഹനമൊന്നുമല്ല, 10-28 വർഷം പഴക്കമുള്ള പവർ സ്റ്റിയറിംഗ് പവർ ബ്രേക്ക് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ദൂരം ഓടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്നൊരു ചോദ്യം പലയിടത്തു നിന്നും ഉയരാം. അവിടെ അവർ ഓടിച്ചു ചെന്ന് അവിടെ ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും അത് കണ്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായെങ്കിൽ, അവരെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നാളെ ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പോയത് 100% സക്സസ് ആയെന്ന് പറയാൻ പറ്റും. പിന്നെ ഇത് പോകാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് എന്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞത് ഈ അപകടം ഉണ്ടായ അന്ന് മാധ്യമങ്ങൾ ഈ വാർത്തയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അത് കണ്ട് ആകെ മനസ്സ് കലങ്ങി രാത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു മനുഷ്യന് അവന്റെ ഭാര്യയും കുട്ടികളെയും ചേർത്ത് പിടിച്ച് അന്തി ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യമൊന്നും ഇല്ലെന്ന് ഈ ഒരു ഒറ്റ ഇൻസിഡന്റ് മനസ്സിലാക്കിക്കോണം. കാരണം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി, എന്തൊക്കെ വെട്ടിപ്പിടിച്ച്, എന്തൊക്കെ നേട്ടങ്ങൾ നേടി എന്നുള്ളതിനെല്ലാം ഒന്നുമല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തില് നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഒരാള് നഷ്ടപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഒരു കുടുംബം മൊത്തത്തോടെ നഷ്ടപ്പെട്ടിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കഥ കഴിഞ്ഞ ദിവസം. അയാളുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, ഭാര്യ, മക്കള് എല്ലാവരും ഒറ്റ
ഒറ്റയടിക്കങ്ങ് പോയി. അതുപോലെ എത്രയോ മനുഷ്യർ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ഭീകരമായ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിൽക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഞങ്ങൾ നേരിട്ട് സഹായം ചെയ്തോളാം, നേരിട്ട് വേറെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊടുക്കുന്നില്ല, ഞങ്ങൾ നേരിട്ട് ഇങ്ങനെ പറയുന്നവരാണ്. ഇപ്പൊ ഞാൻ എവിടെ സഹായം കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ പറയുന്നില്ല. ഇങ്ങനെ പറയുന്ന ആളുകള് ഒരു മനുഷ്യന്റെ 10 പൈസ ഉപകാരം ചെയ്യത്തില്ല, ഉറപ്പാണ്. കാരണം അവർക്ക് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഇടയിൽ കയറി പിന്തിരിപ്പിക്കുക, അങ്ങനെ പിന്തിരിപ്പൻ മനോഭാവം കാണിക്കുക എന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ. കാരണം അത് അവരുടെ ജീനിലുള്ള കാര്യം. അങ്ങനെയുള്ള ഒരു വിഭാഗം, അതായത് നമ്മുടെ പൊതുവെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറഞ്ഞാല് ഈ സമൂഹ മാധ്യമങ്ങളെ കൂടി മാത്രം പ്രതികരണങ്ങൾ ഒതുക്കുന്ന ഒരു തലമുറയായി മാറിയിരിക്കുക. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെതിരെ സമരം ചെയ്താൽ അതിനെ കളിയാക്കാൻ വരുന്നവർ, ഒരു ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് ആരെങ്കിലും നിൽക്കുമ്പോൾ അവരെ കളിയാക്കുന്നവർ, ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു മാനുഷികമായിട്ടുള്ള ഒരു വശത്ത് നിന്നുകൊണ്ടൊരു കാര്യത്തെ സമീപിക്കുന്ന കാര്യം അറിയത്തില്ലെന്ന്. അപ്പോൾ ഇനിയെങ്കിലും നമ്മളെ എല്ലാവരെയും പൊതുവായി ബാധിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ അങ്ങനെ ആർക്കും നിൽക്കാൻ സാധിക്കരുത്, അങ്ങനെ ആരും നിൽക്കരുത്. മറ്റുള്ളവരുടെ കാര്യം അല്ലെങ്കിൽ എന്റെ കാര്യം എന്നൊരു വേർതിരിവില്ലാതെ നമ്മുടെ കാര്യം എന്ന് ചിന്തിക്കുന്ന ആളുകൾ വരണം. നമ്മുടെ തലമുറയിൽ, വരും തലമുറയിലെങ്കിലും അങ്ങനെയുള്ള ആളുകൾ വരണം. മുൻ തലമുറകൾക്കുള്ളൊരു അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോ കുറെ കൂടി ഒരു സഹജീവി സ്നേഹമുള്ള ആളുകൾ ഇങ്ങനെയുള്ളൊരു കാര്യത്ത്, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാവണം. അതിനെ ആർക്കെങ്കിലും ഇപ്പൊ ഈ ഞാൻ പോയ ഒരു യാത്ര കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ആരെങ്കിലും അങ്ങ് ഇൻസ്പയർ ആകുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും എന്താ പറയണ്ടേ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ ആളുകൾ വരട്ടെ, കൂടുതൽ ആളുകൾ വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വലിയ നഷ്ടങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പലയിടത്തും ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ഒറ്റപ്പെട്ടവരായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. അതാണ് ഇത് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതും നമ്മൾ ലക്ഷ്യമിടുന്നത് തന്നെയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും പ്രചോദനമാവട്ടെ. എന്ത് ചെറിയ രീതിയിലായാലും അവനവന് ചെയ്യാവുന്ന രീതിയിൽ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്തിപ്പെടാൻ പറ്റാത്ത വിദേശത്തുള്ള ആളുകൾ പല രീതിയിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കൂടെ തന്നെ സാധനങ്ങൾ എത്തിക്കാനോ അല്ലെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ എന്താ ആവശ്യം എന്ന് തിരിച്ചറിയാനോ അത്തരം ഗൂഗിൾ ഷീറ്റ് ഒക്കെ ഉണ്ടാക്കി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പൊ അന്ന് 2018 അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് അവരൊക്കെ തന്നെ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. അവനവന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരൊന്നും ചെയ്യുന്ന അതിലേക്കുള്ള പ്രചോദനം കൂടിയാണ്. വളരെ നന്ദി ജുബിൻ. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ. ഒരു സംഭാഷണം ഒരുക്കിയതിന് ഒരുപാട് നന്ദി. വീണ്ടും കാണാം.